إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നിന്റെ രക്ഷിതാവിനെ ഹംദ് ചെയ്തുകൊണ്ട് നീ അവന് തസ്ബീഹ് ചെയ്യുക. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹ് ചെയ്യണം, അതേപോലെ തന്നെ തഹ്മീദ് ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു. എന്താണ് തസ്ബീഹ്? അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നു, തൻസീഹുല്ലാഹി അമ്മാ ലാ യലീഖു ബിജലാലതിഹി വഅളമതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിനും അവൻ്റെ ഔന്നിത്യത്തിനും യോജിക്കാത്തതെല്ലാം അല്ലാഹുവിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുകയും ആ നിലക്ക് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നതിനാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ലം യലിദ് വലം യൂലദ്, അല്ലാഹു ജനിച്ചവനല്ല, ജന്മം നൽകിയിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തുല്യമായി ആരുമില്ല. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, അവന് ഉറക്കമോ മയക്കമോ ബാധിക്കുന്നില്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ആകാശഭൂമികളുടെ സംരക്ഷണം അവന് ക്ഷീണമുണ്ടാക്കുന്നില്ല. എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അനുയോജ്യമല്ലാത്ത എല്ലാറ്റിൽ നിന്നും അല്ലാഹു മുക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ പ്രശംസിക്കുകയും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നതിനാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. എന്നാൽ ഹംദ് എന്ന് പറഞ്ഞാലോ അസ്സനാഉ അലൽ മഹ്മൂദി ലിദാത്തിഹി വസിഫാത്തിഹി വ ഇൻആമി. ഹംദ് എന്ന് പറഞ്ഞാൽ ആരെയാണോ നാം സ്തുതിക്കുന്നത് ആ സ്തുതിക്കപ്പെടുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അസ്തിത്വം, അവൻ്റെ അസ്മാഉകൾ, അവൻ്റെ സിഫാത്തുകൾ, സൃഷ്ടികൾക്ക് അവൻ ചെയ്തു തരുന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, ഇതിൻ്റെ എല്ലാം പേരിൽ അള്ളാഹുവിനെ പ്രശംസിക്കുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതിനാണ് ഹംദ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തലും അവനില്ലാത്ത സൃഷ്ടികൾ അവനെ സംബന്ധിച്ച് ആരോപിക്കുന്ന എല്ലാറ്റിൽ നിന്നും അവൻ മുക്തനാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ വലിയ വലിയ സിഫാത്തുകളും അസ്മാകളും ഗുണഗണങ്ങളും മനസ്സിലാക്കുകയും ആ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പ്രശംസിക്കുകയും ചെയ്യുന്നതിനാണ് ഹംദ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. ഇത് പ്രപഞ്ചം മുഴുവൻ ചെയ്യുന്ന കാര്യമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. തുസബ്ബിഹു ലഹു സ്സമാവാതു സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ, 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ള എല്ലാവരും അല്ലാഹുവിന് തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു. വ ഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് പറയാത്ത ഒരു വസ്തുവും പ്രപഞ്ചത്തിലില്ല എന്നാണ്.
സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ വസ്തുക്കളും, ജീവനുള്ളതും ഇല്ലാത്തതും എല്ലാ വസ്തുക്കളും, എല്ലാ ജീവജാലങ്ങളും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നുണ്ട്. വയുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർളി വത്വയ്റു സാഫാത്തിൻ കുല്ലു ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു. ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ള ആരെല്ലാം ഉണ്ടോ അവരെല്ലാം അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നു. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങളെല്ലാം തസ്ബീഹ് ചെയ്യുന്നുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും അവയുടേതായ സ്വലാത്ത് അറിയാം, അവയുടേതായ തസ്ബീഹ് അറിയാം. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ സഖർനൽ ജിബാല മഅഹു യുസബ്ബിഹ്ന ബിൽ അശിയ്യി വൽ ഇശ്റാഖ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു പർവ്വതത്തെ കീഴ്പ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിന്റെ കൂടെ പർവ്വതങ്ങളും പ്രഭാതത്തിലും പ്രദോഷത്തിലും തസ്ബീഹ് ചൊല്ലിയിരുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പർവ്വതങ്ങളും ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയും ഒരുമിച്ച് ചൊല്ലിയിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള മഹത്തായ ദിക്ർ, ആ ദിക്ർ ജീവിതത്തിലുടനീളം ആവർത്തിക്കേണ്ടവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സ്വഹീഹായ ഹദീസുകളിൽ കാണാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ധാരാളമായി വർദ്ധിപ്പിച്ചിരുന്ന ദിക്റായിരുന്നു സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 3 വീതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ദിക്റുകളെ നമ്മൾ പതിവാക്കുക, അതിൻ്റെ അർത്ഥവും പൊരുളും അറിഞ്ഞുകൊണ്ട് തന്നെ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇഹത്തിലെയും പരത്തിലെയും എല്ലാ നന്മകളും നേടിയെടുക്കുവാനും എല്ലാ ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടുവാനും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന മഹത്തായ ദിക്ർ നമ്മെ സഹായിക്കുന്നതാണ്. മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസുൻ. അദ്ദേഹം തസ്ബീഹ് ചെയ്യുന്ന ആളല്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം കിടക്കേണ്ടി വരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുമായിരുന്നില്ല. എന്താണ് രക്ഷപ്പെടുത്തിയത്? കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം തസ്ബീഹ് ചെയ്യുന്ന ആളായിരുന്നു. മാത്രമല്ല, ആ വിഷമഘട്ടത്തിൽ ദുആ ചെയ്യുമ്പോൾ പോലും അദ്ദേഹം അത് മറന്നില്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, അല്ലാഹുവേ നീ അല്ലാതെ ആരാധ്യനല്ല, നീ പരിശുദ്ധനാണ്. ആ തസ്ബീഹ് ആ സമയത്തും അദ്ദേഹം പറഞ്ഞു. അതിനു മുമ്പും അങ്ങനെയായിരുന്നു. ആ തസ്ബീഹ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അതുപോലെ എല്ലാവരെയും രക്ഷപ്പെടുത്താമെന്ന് അല്ലാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് വിഷമഘട്ടത്തിലും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക എന്ന് പറഞ്ഞാൽ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തുന്നതാണ്. അതിനു പുറമെ പരലോകത്ത് വമ്പിച്ച പ്രതിഫലമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന കലിമത്തിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാമുകളിൽ 2 സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അഫ്ളലുൽ കലാം, കലാമുകളിൽ ഏറ്റവും അഫ്ളലായത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴും ആദ്യം എണ്ണിയത് സുബ്ഹാനല്ലാഹ്, പിന്നെ അൽഹംദുലില്ലാഹ്. ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയപ്പോഴും പറഞ്ഞത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന കലിമത്തുകളാണ്. നമസ്കാരത്തിലും നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളിലും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകളിലും രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകളിലും മറ്റു വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ടുന്ന ദിക്റുകളിലെല്ലാം തന്നെ ഈ തസ്ബീഹും തഹ്മീദും റിപ്പീറ്റഡായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ ഏറ്റവും കൂടുതൽ ഘനം തൂങ്ങുന്ന വാക്കുകളിൽ ഒന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതാണ്. നന്മയുടെ തുലാസിൽ വലിയ ഘനമുണ്ടാകും അതിന്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ 100 മറ
ഹുത്തത്ത് ഖതായാഹു വലൗ കാനത് മിസ്ല സബദിൽ ബഹർ. ആരെങ്കിലും ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് 100 തവണ പറഞ്ഞാൽ കടലിലെ നുരയോളം പാപങ്ങൾ ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കും, 100 തവണ പറഞ്ഞാൽ. മറ്റൊരു ഹദീസിലുള്ളത് മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ. രാവിലെയും 100 തവണ, വൈകുന്നേരവും 100 തവണ ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബിഅഫ്ളല മിമ്മാ ജാഅ ബി. ഖിയാമത്ത് നാളിൽ ആ വ്യക്തിയേക്കാൾ പ്രതിഫലവുമായി വരുന്ന, ശ്രേഷ്ഠതയുമായി വരുന്ന മറ്റൊരാൾ ഉണ്ടാവില്ല. ഒന്നെങ്കിൽ അദ്ദേഹത്തെ പോലെ തന്നെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തിക്കുകയോ ചെയ്തവരല്ലാതെ. അപ്പോൾ ഖിയാമത്ത് നാളിൽ വമ്പിച്ച പ്രതിഫലവുമായി വരുവാനും മീസാനിൽ ഘനം തൂങ്ങുവാനും സാധിക്കുന്ന ഏറ്റവും വലിയ ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഖുരിസത് നഖ്ലത്തുൻ ഫിൽ ജന്നah. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 1 തവണ പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു ഈത്തപ്പന ആ വ്യക്തിക്ക് വേണ്ടി നടപ്പെടുന്നതാണ്. 100 തവണ പറഞ്ഞാൽ 100, 1000 തവണ പറഞ്ഞാൽ 1000, കോടി തവണ പറഞ്ഞാൽ കോടി ഈത്തപ്പന മരങ്ങൾ, വൃക്ഷങ്ങൾ സ്വർഗലോകത്ത് നടപ്പെടുന്നതാണ്. അത്രക്ക് മഹത്വമുള്ള, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചൊല്ലേണ്ടുന്ന വലിയൊരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ. നേരത്തെ സൂചിപ്പിച്ച എണ്ണങ്ങൾ കണക്കാക്കിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ അത് ചൊല്ലുന്നതിൽ നമ്മൾ മടി കാണിക്കരുത്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان ابن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.